സെപ്പറേറ്റഡ് ആയവരോട് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവാൻ റെഡി ആവുന്നവരോട് ഉള്ളൊരു ചെറിയൊരു പരിപാടിയാണേ. അതായത് നിങ്ങൾ എന്താണ് സെപ്പറേറ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നതിനുള്ള കാരണം? അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് വേറെ റിലേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ പിശുക്കനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് മദ്യപാനം കൂടുതലുണ്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. വൈഫാണെങ്കിൽ തിരിച്ചാണെങ്കിൽ വേറെ ഈ പറഞ്ഞ പോലെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ അനുസരിക്കാത്തൊരു വൈഫായിരിക്കാം. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരു 45 എങ്ങനെ വന്നാലും ഒരു 40 വയസ്സ് കഴിയുമ്പോഴല്ലേ നിങ്ങൾ സെപ്പറേഷനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുള്ളൂ. അതുവരെ അത് ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെ വന്നാലും മിനിമം ഒരു 10 വർഷമെങ്കിലും നിങ്ങൾ അവരുടെ കൂടെ ജീവിച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ എല്ലാവരെയും അല്ല കേട്ടോ പറയുന്നത്, ഒരു 50% ആൾക്കാരും അതുപോലെയുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, നമ്മളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെ സെപ്പറേറ്റഡ് ആവുമ്പോൾ, ഇത് കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് ആയ ആണാണെങ്കിലും സെപ്പറേറ്റഡ് ആയ പെണ്ണാണെങ്കിലും വീണ്ടും വേറെ റിലേഷൻ ഉണ്ടാവില്ലേ? വേറെ മാരേജ് കഴിക്കില്ലേ? കഴിക്കും. അപ്പോൾ അവിടെയും ഇതുപോലെയുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടാവില്ലേ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? ഇവിടെയുള്ള പാർട്ട്ണർക്കുള്ള കുറവുകളായിരിക്കില്ല അടുത്ത പാർട്ട്ണർക്ക് ഉണ്ടാവുക. എങ്ങനെ വന്നാലും എന്തെങ്കിലും കുറവുകൾ എല്ലാ സൈഡിലും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ എടുത്ത് ചാടി സെപ്പറേറ്റഡ് ആയാൽ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുന്നൊരു കൂട്ടം ആൾക്കാരുണ്ട്. ആരാന്നറിയാമോ? നിങ്ങളുടെ കുട്ടികൾ. അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുപോലെ കിട്ടി വളരുന്ന കുട്ടികൾ തന്നെയാണ് സമൂഹത്തിലെ ഏറ്റവും നല്ലത് ഒരു പൗരനായിട്ട് വളരുക. അല്ലെങ്കിൽ ഇതുപോലെ അച്ഛനും അമ്മയും തമ്മിലുള്ള വാഗ്വാദങ്ങളും മത്സരങ്ങളും അല്ലെങ്കിൽ വഴക്കുകളും ഇതുപോലെയുള്ള സെപ്പറേഷനായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും കുട്ടികളെ ഇത് നന്നായിട്ട് ബാധിക്കും. നമ്മളത് മനസ്സിലാകും. നമ്മൾ തമ്മിലുള്ള ഫൈറ്റിനിടയിൽ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പിന്നെ മിക്കയിടത്തും അമ്മമാർ കുട്ടികളെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോകും, ശരി, ഓക്കെ. അത് കഴിഞ്ഞാൽ ഈ അച്ഛനമ്മമാരുടെ കാലം വരെ ഈ ലേഡീസിനെ സംരക്ഷിക്കും. അവരുടെ കാലം കഴിഞ്ഞാൽ വീണ്ടും ഇവരൊറ്റപ്പെടും, അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും റിലേഷൻ. അപ്പോൾ ഈ കുട്ടികളുടെ കാര്യം എന്താണ്? അപ്പോൾ നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവുക. മനുഷ്യനല്ലേ, ജീവിതമല്ലേ, കുറേ കണ്ടില്ല കേട്ടില്ല എന്നങ്ങോട്ട് നടിച്ചു പോയാൽ ഒരുമാതിരി ഒക്കെ പറ്റും എന്നുള്ളതാണ് എൻ്റെ. ഇപ്പം ഞാനൊക്കെ 40 വർഷമായി. അഡ്ജസ്റ്റ് ചെയ്യാതെയൊന്നും അല്ല ജീവിക്കുന്നത്. നമ്മൾ പറയുന്നത് മുഴുവനും അവർ അംഗീകരിക്കും, അല്ലെങ്കിൽ അവർ പറയുന്നത് മുഴുവൻ അംഗീകരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്വഭാവം തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല. മനുഷ്യ ജീവിതമാണെങ്കിൽ നമ്മൾ പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. അഡ്ജസ്റ്റ്മെൻ്റ് എന്നല്ല പറയാം, വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാവണം നമ്മൾ. എന്നാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ കുറേ നമ്മൾ പാർട്ട്ണറുടെ ഇഷ്ടങ്ങൾ വിട്ടുകൊടുക്കുകയും വേണം. ഒരു പാർട്ട്ണർക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻ വേറെ നിരുപദ്രവകരമായിട്ടുള്ളൊരു റിലേഷൻ ആണെങ്കിൽ അത് അവർ ചെയ്തിട്ട് നമുക്ക് കിട്ടാനുള്ള സ്നേഹവും നമുക്ക് കിട്ടാനുള്ള പരിചരണവും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇതെല്ലാം കിട്ടുന്നുണ്ട്. വെറുതെ ജസ്റ്റ് ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് വെച്ചിട്ട് അതൊരു ഡിവോഴ്സിന് വേണ്ടിയിട്ടൊരു കാരണമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ എൻ്റെ അനുഭവത്തിൽ തന്നെ പലരും ഉണ്ട്. പല കാര്യം ഭർത്താവ് വേറെ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാട് മുഴുവനും പറഞ്ഞ് നടക്കുക. എന്നിട്ട് ഭയങ്കര പ്രശ്നമായി, ഇഷ്യൂ ആയി. മക്കളൊക്കെ വലുതായി, കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം 45-50 വയസ്സൊക്കെ കഴിഞ്ഞാണ്. എന്നിട്ടിത് ചെയ്യുക. എന്നിട്ടോ ഈ പറയുന്ന വ്യക്തികൾ തന്നെ ചീത്തപ്പേരുണ്ടാക്കുക. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും ഒരു കുടുംബം എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ കയ്യിൽ തന്നെയാണ്. ഒരു കുടുംബ ഭദ്രത എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഒരു കുടുംബം എപ്പോഴും നമ്മൾ തല്ലിച്ചതച്ച് കളയാൻ വേഗം പറ്റും, കൂട്ടി ഉണ്ടാക്കാൻ വീണ്ടും പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞതിൽ എത്രയോ റിലേഷൻഷിപ്പ് ഇതുപോലെ ഡിവോഴ്സ് ആയത് തന്നെ വീണ്ടും അവർക്ക് പിന്നീട് തോന്നിയിട്ടുണ്ടാവുമോ ഇതിലും ഭേദം മറ്റേയാൾ തന്നെയാണെന്ന്. എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ, എടുത്തെടുത്ത് പറയുന്നു എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. കുറച്ച് പേരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. പിന്നെ എൻ്റെ അറിവിലുള്ള ഇതുപോലെ തന്നെ ഡിവോഴ്സായി കുട്ടികൾ രണ്ടായി. അമ്മയും കുട്ടികളും വേറെ, അച്ഛൻ വേറെ, കോടതിയിൽ കേസായി. അപ്പോൾ അച്ഛന് കുട്ടികളെ കാണാനുള്ള അധികാരമുണ്ടല്ലോ. കുട്ടികളെ കാണാൻ വരും, കുട്ടികൾ പോവും. അങ്ങനെ കുറേ നേരം കുട്ടികൾ പറയും അമ്മയെ ഞങ്ങളുടെ കൂടെ വരൂ. അപ്പോൾ നോക്കൂ, ആ കുട്ടികൾ ആഗ്രഹിക്കുന്നത് അച്ഛനും അമ്മയും കൂടിയുള്ള ഒരു ജീവിതം തന്നെയാണ്. അവർക്ക് എത്ര സൗകര്യം, ഇപ്പോൾ വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, അമ്മയുടെ വീട്ടിലെല്ലാ സെറ്റപ്പും എല്ലാ സൗകര്യങ്ങളും സകല കാര്യങ്ങളും അവർ നടത്തുന്നുണ്ടാവും. പക്ഷേ അച്ഛൻ എന്ന് പറയുന്ന ഒരാളും ആ അച്ഛൻ്റെ ഒരു സ്നേഹവും, അമ്മ എന്ന് പറയുന്നൊരു വ്യക്തിയും ആ അമ്മയുടെ സ്നേഹവും അതവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റി പോകാനുള്ള ഒരു പ്രധാന കാരണം വീട്ടിലെ അച്ഛനമ്മമാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെ ആയിരിക്കാം. ഇപ്പോൾ കുട്ടികൾ മെച്യൂർഡാണ്, പണ്ടത്തെ പോലത്തെ കൊച്ചു കുട്ടികളൊന്നുമല്ല. അവർക്ക് ശരിക്കും മനസ്സിലാവും അച്ഛനും അമ്മയും തമ്മിലുള്ള ആ പൊരുത്തക്കേടുകൾ മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടികളാണ് ഇന്നത്തെ കുട്ടികൾ. അപ്പോൾ അതും അവരെ ബാധിക്കുന്നുണ്ടാവും.
അപ്പോൾ അതിൽ നിന്നൊരു ഇതിന് വേണ്ടിയിട്ടായിരിക്കാം കൂട്ടുകാരോട് അവർ മയക്കുമരുന്ന് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കാനോ ഒക്കെ അതും ഒരു കാരണമാവാം. നമ്മൾ പറയുമ്പോൾ എല്ലാം ചിന്തിക്കണമല്ലോ. പക്ഷെ അതൊരു കാരണമാണ്, അത് മാത്രമാണ് കാരണം എന്ന് ഞാൻ പറയുന്നില്ല, അതും ഒരു കാരണമാവാം. അപ്പോൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സോറി ഡിവോഴ്സ് നമ്മൾ ചിന്തിക്കും, സെപ്പറേറ്റഡ് ആവാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്നും കൂടി ചിന്തിക്കുക, എന്നിട്ട് തീരുമാനമെടുക്കുക.